കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനവുമായി വീണ്ടും ഒരു പ്രാവശ്യം നിങ്ങളുമായി സന്ധിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിനുള്ള കൃപയും സമാധാനവും നടത്തിപ്പും പറയുവാൻ എനിക്കും കേൾക്കുവാൻ നിങ്ങൾക്കും അതിനുള്ള കൃപ ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ വചനത്തിൽ നിന്ന് ഞാനൊരു ഭാഗം നിങ്ങളോട് ഉച്ചരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 48-ാം വാക്യം ഇങ്ങനെയാണ്: ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. ഏതിന് സാക്ഷികളാകുവാനാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്? നമുക്കത് തുടർന്ന് വായിക്കാം. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എഴുതിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എഴുതിയിരിക്കുന്നു എന്ന് കർത്താവ് ഇത് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിൻ്റെ ജനനത്തിന്, കർത്താവ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത് ഒരു യാദൃശ്ചിക സംഭവമായിട്ടല്ല. യുഗാന്തരങ്ങൾ മുൻപേ അതെല്ലാം എഴുതി വച്ചിരിക്കുന്നു. അത് ശിഷ്യന്മാർക്കറിയുമോ? അത് ശിഷ്യന്മാർക്കൊന്നും അറിയില്ല. അവരെന്തോ ഇപ്പോൾ വന്ന കുറേ മീൻ മേടിക്കുന്ന ആൾക്കാരും ചുങ്കക്കാരും, അത് വളരെ സാധാരണ മനുഷ്യർ. അതാണ്. അപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ സാക്ഷികളാകണം. എഴുതി വച്ചിരിക്കുന്ന അവിടെ ഇരിക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ അതെല്ലാം നിങ്ങളുടെ മുൻപിൽ വെച്ച് നിവൃത്തിയായി. കർത്താവ് ഇത് പറയുന്നത് എപ്പോഴാണ്? കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ് കർത്താവ് ഇത് പറയുന്നത്. കർത്താവിൻ്റെ മരിച്ച് അടക്കപ്പെട്ടു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിന്നെ 40 ദിവസം ശിഷ്യന്മാരുടെ കൂടെ വാസം ചെയ്തിരുന്ന സമയത്താണ് കർത്താവ് ഇത് പറഞ്ഞത്. എങ്ങനെയാണ്? കർത്താവ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവ് വരട്ടെ എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു കൊടുത്തു. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, തിരുവെഴുത്തുകൾ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്, അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ വെച്ച് എല്ലാം സാധ്യമായി. ഞാൻ ഈ 3.5 വർഷക്കാലം നിങ്ങളുടെ കൂടെ ജീവിച്ച് ഈ തിരുവെഴുത്തുകൾ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയായി. അതിന് ലോകം സാക്ഷികളല്ല, നിങ്ങളാണ് തന്നെ സാക്ഷികൾ. ഈ 12 ശിഷ്യന്മാരുമാണ് സാക്ഷികൾ. നിങ്ങൾ സാക്ഷികളായിട്ട് ലോകത്തെല്ലാം പോയി നിങ്ങളെൻ്റെ സാക്ഷികളായി. ഇതെല്ലാം നിവൃത്തിയായ കാര്യം നിങ്ങളോട്. അങ്ങനെയാണ് നമുക്ക് ഈ പരിശുദ്ധമായ പുസ്തകം ലഭിക്കുന്നതും അവർ സാക്ഷികളാകുന്നത്. നമ്മളും സാക്ഷികളാകുന്നത് അവർ മുഖാന്തരമാണ്. അതല്ലേ അതിൻ്റെ സത്യം. ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ കർത്താവ് ജീവിച്ചിരിക്കുന്ന ആ കാലത്തേക്ക് നമ്മൾ പുറകോട്ട് കുറച്ചൊന്ന് പോയി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. അത് കുറച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് ശ്രമിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് കർത്താവിൻ്റെ ജനനത്തെ എടുക്കും. കർത്താവ് ജനിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ജനിച്ച സമയത്ത് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ്, മനുഷ്യപുത്രനായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് എത്ര പേരാണ് അറിഞ്ഞത്? അവിടെ ജെറുസലേമിൻ്റെ പുറത്ത് ആടുകളെ കാത്തുകൊണ്ട് കിടക്കുന്ന കുറച്ച് ആട്ടിടയന്മാരാണ് ആദ്യമായിട്ട് തിരിഞ്ഞ് അവരോട് ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് പറയുമ്പോഴാണ് അറിയുന്നത്. എന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഈ ശിശുവിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാപ്രവാചകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് നിങ്ങളോട് സംസാരിക്കും. പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് അറിഞ്ഞതാരാണ്? കുറച്ച് ആട്ടിടയന്മാർ മാത്രമാണ് അറിഞ്ഞത്. അതിനുശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം പിന്നെ കിഴക്ക് നിന്ന് കുറച്ച് ദൂതന്മാർ വന്ന് ഹെറോദാവിൻ്റെ അടുത്ത് വന്ന് യഹൂദന്മാരുടെ രാജാവായിട്ട് ജനിച്ചതിന് എവിടെയാണ് ജനിച്ചതെന്ന് ചോദിക്കുന്നു. ഹെറോദാവ് അത് കേട്ട് പരിഭ്രമിച്ച്, അയ്യോ അവൻ്റെ ഇതെല്ലാം ഈ പ്രവചനങ്ങളെയൊക്കെ നോക്കുന്ന ആൾക്കാരെ വിളിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു, അത് യെരൂശലേമിൽ തന്നെയാണ് ജനിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ രാജാവ് ഏത് തരത്തിലുള്ള രാജാവാണ്, എങ്ങനെയാണ് ആ രാജാവിൻ്റെ അതൊന്നും നോക്കാനൊന്നും ഹെറോദാവിന് വഴിയില്ല. അവനെ നശിപ്പിക്കുക തന്നെ ആ ചിന്ത വന്നുള്ളൂ. നശിപ്പിക്കാൻ പോകും. അന്ന് എന്തെല്ലാം പ്രവൃത്തികളാണ് നടന്നത്. പാവപ്പെട്ട ശിശുക്കളെ എത്ര ദയനീയമായിട്ട്, 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എത്ര ദയനീയമായിട്ടാണ് അവർ കൊന്നുകളഞ്ഞത്. അപ്പം നമുക്ക് ചോദിക്കാം, ഇത്ര ദയനീയമായിട്ട് ഇത്ര കുട്ടികളെ വധിക്കാൻ ദൈവം അതിന് കൂട്ടുനിന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്കതിനൊരു ഉത്തരം കിട്ടുന്നുള്ളൂ. നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതികളെ തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കുകയില്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള ഒരു സംഭവം കൂടിയാണിത്. ദൈവത്തിൻ്റെ പദ്ധതികളെ തകർക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. നിങ്ങളതിന് എന്ത് പ്രവർത്തിച്ചാലും അത് നിഷ്ഫലമാകും എന്ന് നമുക്കൊരു
ഒരു സന്ദേശം കൂടെയാണ് ആ സംഭവത്തിൽ നമുക്ക് തരുന്നത്. അതിനുശേഷം നമുക്ക് കർത്താവിൻ്റെ 8-ാം ദിവസത്തിൽ കർത്താവിൻ്റെ ശുദ്ധീകരണത്തിനായി യെരൂശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ 2 വ്യക്തികൾ വരുന്നുണ്ട്. ഹന്നായും വരുന്നുണ്ട്, ശിമിയോനും വരുന്നുണ്ട്. അവർക്കറിയാം ജനിച്ച ശിശു ആരാണ്, എന്താണെന്ന് അവർക്കറിയാം. അവർക്ക് മാത്രമേ അറിയൂ, വേറെ ആർക്കും അറിയില്ല. അത് വന്ന് ശിശുവിനെ കണ്ട് ശിമിയോൻ കൈകളിലെടുത്തിട്ട് ശിമിയോൻ എന്ന് പറഞ്ഞൊരു വലിയൊരു രാജ്യസ്നേഹിയായ ഒരു മനുഷ്യനാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ശിമിയോൻ എന്ന വ്യക്തി. ഇസ്രായേൽ ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഉപവാസം എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ശിമിയോൻ. ആ ശിമിയോൻ്റെ കയ്യിലേക്കാണ് ശിമിയോൻ കർത്താവിനെ എടുത്തിട്ട്, കർത്താവേയും ഈ ഇസ്രായേൽ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതി നീ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചല്ലോ എന്നോർത്ത് കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ശിമിയോനെ നമുക്കവിടെ കാണുന്നത്. അതേപോലെ തന്നെ ഹന്ന, അവനെ കണ്ടു. ഹന്ന എന്ന് പറഞ്ഞത് യെരൂശലേം ദേവാലയത്തിൽ കർത്താവ് വളരെ ചെറുപ്പത്തിൽ തന്നെ വിധേയമായിത്തീരുന്ന ഒരു സ്ത്രീ പ്രാർത്ഥനയിലും ഉപവാസമായി കിടന്നു. ആ സ്ത്രീയും ആ സത്യം വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ ജനനത്തിൻ്റെ സത്യത്തെ വെളിപ്പെടുത്താൻ സാധാരണ മനുഷ്യൻ അങ്ങനെ സാധിക്കുന്നതല്ല. അതൊരു വെളിപാടാണ്, അതൊരു വെളിപാട്, അതൊരു ഉപാസനമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അതങ്ങനെ. അതാണ് അവർ രണ്ടുപേരും ഇവിടെ വന്നത്. നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കർത്താവിൻ്റെ അത് കഴിഞ്ഞ് കർത്താവ് എന്നോട് ആ കുട്ടികളെ കൊല്ലാൻ വേണ്ടി പിന്നെ അവർ ആ പദ്ധതി ജോസഫിനെ അറിയിക്കുന്നു. ജോസഫ് കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് വന്നു. പിന്നെ തിരിച്ചു വന്നു. പിന്നെ കർത്താവിനെ 12-ാമത്തെ വയസ്സിലാണ് നമുക്ക് കാണുന്നത്. 12-ാമത്തെ വയസ്സിൽ കർത്താവിനെ കാണുന്ന സംഭവം നമുക്ക് 12-ാമത്തെ വയസ്സിൽ കർത്താവിനെ കാണുന്ന സംഭവം നമുക്ക് 12-ാമത്തെ വയസ്സിൽ കർത്താവ് ദേവാലയത്തിൽ തന്നെ ഇരുന്നു. അന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്ന, അന്ന് നടക്കുന്ന പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന കർത്താവ് ദേവാലയത്തിൽ തന്നെ ഇരുന്നു. പക്ഷേ മറിയയും ജോസഫും വീട്ടിലേക്ക് ഇടയ്ക്ക് ഇതെല്ലാം സുവിശേഷത്തിൽ എഴുതിക്കൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് ഓർമ്മിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് തിരിച്ച് ചെന്നപ്പോഴത്തേക്ക് മറിയം അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും വേദപണ്ഡിതന്മാരുടെ അടുത്ത് നിന്നുകൊണ്ട് വാദിക്കുന്ന യേശുക്രിസ്തു ആദിക്കുന്ന ബാലനെയാണ് മറിയവും യോസഫും കണ്ടത്. അപ്പം മറിയം എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കുന്നില്ല. നിൻ്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു. അവൻ്റെ അപ്പനാണോ മറിയം? അവൻ്റെ അപ്പനാണോ ജോസഫ്? പക്ഷേ മറിയത്തിന് അങ്ങനെ പറയാനേ സാധിക്കൂ. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിലാണ് ഞാൻ ജനിച്ചത് എന്നൊക്കെ അവിടെ വിശദീകരണം നൽകാനോ? അവിടുത്തെ മതപുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ അവിടെ അങ്ങനെ നിൽക്കുക ഇവൾ പറയുന്നത് കേൾക്കാൻ. അപ്പോഴങ്ങനെ പറയാനോ? നിൻ്റെ പിതാവല്ലെന്ന് അവർക്കറിയാം, ജോസഫിനും അറിയാം, മറിയത്തിനും അറിയാം. പക്ഷെ അങ്ങനെ പറയാനേ സാധിക്കത്തുള്ളൂ. അവരുടെ മുൻപിൽ വെച്ച് മറിയം അങ്ങനെ ഒരു വിറ്റ്നസ് അതുകൊണ്ടാണ് ഇത് മറിയത്തിൻ്റെ ദൈവപുത്രനല്ല, മറിയത്തിൻ്റെ ജോസഫിൻ്റെ മകനാണെന്ന് അവർ തീർച്ചയാക്കാനുള്ള കാരണവും അതുതന്നെയാണ്. അതല്ലേ അവർ പറഞ്ഞു, ഇത് മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മകനല്ലേ, ഇവരുടെ അച്ഛനല്ലേ, ഇവൻ്റെ സഹോദരന്മാരും ഞങ്ങൾക്കില്ലേ എന്നൊക്കെ പൂർണ്ണമായി ഇവർ വിശ്വസിക്കാനുള്ള കാരണങ്ങളും ഇത് തന്നെയാണ്. കാരണം മറിയത്തിൻ്റെ വിറ്റ്നസ്സും അവർക്കുണ്ട്. അത്ര മതി. അത് കഴിഞ്ഞ് കർത്താവ് വളർന്നു കഴിഞ്ഞു. കർത്താവിൻ്റെ സ്നാനം കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ സ്നാനസ്ഥലത്ത് ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നും ഒരു വെളിപാട് പറയുന്നത് അവിടെ നിന്നവരെല്ലാവരും കേട്ടത്. അത് യോഹന്നാൻ സ്നാപകൻ മാത്രമല്ല, എല്ലാവരും കേട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എല്ലാവരും കേട്ടതാണ്. അത് കേട്ടവരൊക്കെ മറന്നുപോയി, അതങ്ങനെയൊക്കെ പോയി കഴിഞ്ഞു, എല്ലാം പോയി. യോഹന്നാൻ സ്നാപകനും പിന്നെ കർത്താവിൻ്റെ സ്നാനം കഴിഞ്ഞ് കർത്താവ് തന്നെ മരുഭൂമിയിലേക്ക് കർത്താവിൻ്റെ ഉപവാസത്തിലുണ്ട്. കർത്താവ് പിന്നെ തിരിച്ചു വന്ന് സഞ്ചരിക്കുമ്പോഴാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നത്, ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഞാൻ കേട്ടപ്പോൾ ആന്ത്രോസും കൂടെ ഇരുന്ന ശിഷ്യന്മാരും അവർ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരായിരുന്നു. പിന്നെ അവരും കർത്താവിനെ പിന്തുടർന്ന് കർത്താവിനെ അവിടെ കർത്താവിന് വസിക്കുന്ന സ്ഥലം പോയി കാണുകയും ഒരു ദിവസം കൂടെ ചെയ്യും. പിന്നെ അവർ കർത്താവിൻ്റെ ശിഷ്യന്മാരാകുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നീട് വചനത്തെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ്റെ ആ പ്രഖ്യാപനം അന്ന് കേട്ട് ആന്ത്രോസ് മുഖാന്തരം നഥാനിയേലും പിന്നെ ആന്ത്രോസ് മുഖാന്തരം തൻ്റെ സഹോദരനായ പത്രോസും കർത്താവിൻ്റെ ശിക്ഷണത്തിലേക്ക് വരുവാനും അവസാനിച്ചു. ഈ സ്നാപക യോഹന്നാൻ പിന്നെയും കർത്താവിൽ ഇത് ദൈവത്തിൻ്റെ പുത്രനാണ്, അയക്കപ്പെട്ട പുത്രനാണ് പിന്നെയും വിശ്വസിച്ചു. പിന്നെയും വിശ്വസിച്ചില്ല. നമുക്കറിയാം കാര്യം, വിശ്വസിക്കാതിരിക്കാൻ കാരണം യോഹന്നാൻ സ്നാപകൻ കാരാഗൃഹത്തിലായിപ്പോയി. പിന്നെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളൊന്നും യോഹന്നാൻ സ്നാപകന് കാണാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിഞ്ഞില്ല. കാരാഗൃഹത്തിലായിപ്പോയി.
കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് യോഹന്നാൻ 2 ശിഷ്യന്മാരെ അയച്ചു. അവർ പറയുന്നുണ്ട്, വരാനുള്ളവൻ നീയാണോ അതോ ഞങ്ങൾ വേറൊരാളെ നീ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, വരാനുള്ളവൻ ഞാനാണ് മശിഹ എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞില്ല. ആ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം യോഹന്നാൻ സ്നാപകനോട് പറയുക. ആ യോഹന്നാൻ സ്നാപകൻ അതിൽ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. കർത്താവിൻ്റെ പരശുശ്രൂഷ കാലത്ത് തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് ശിഷ്യന്മാരോട് പങ്കുവച്ചില്ലേ? എല്ലാം കർത്താവിനോട് പങ്കുവച്ച എന്ത് കാര്യങ്ങളാണ് പങ്കുവെച്ച്? തനിക്ക് സംഭവിക്കാൻ പോകുന്നതെല്ലാം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പങ്കുവെച്ച്. എല്ലാം കർത്താവ് ശിഷ്യന്മാരോട് പങ്കുവച്ചാൽ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. അവരോട് പങ്കുവെക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ നമ്മുടെ പരീശന്മാരും ശാസ്ത്രിമാരും അവരെല്ലാവരും എന്നെ പിടിക്കപ്പെടുന്നതും ഞാൻ അവരുടെ കയ്യിലാൽ ശിക്ഷിക്കപ്പെടുന്നതും എന്നെ ദാരുണമായി എന്നെ കൊല്ലുന്നതുമെല്ലാം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21-ാം വാക്യം, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 22-ാം വാക്യം, മത്തായിയുടെ സുവിശേഷം 20-ാം വാക്യം 18-ാം വാക്യം, മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യം, ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 22-ാം വാക്യം, ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 31-ാം വാക്യം. ഇതിലെല്ലാം തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് വിവരിച്ചവരോട് പറഞ്ഞു. എന്നെ പിടിക്കപ്പെടുന്നതും എനിക്ക് സംഭവിക്കാൻ പോകുന്നതും എല്ലാം കർത്താവ് അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രാവശ്യം കർത്താവിനെ പത്രോസ് വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തിയിട്ട്, കർത്താവേ നിനക്കിത് സംഭവിക്കരുത് എന്ന് വളരെ താക്കീതായിട്ട് പറയണം. നിനക്കിത് സംഭവിക്കരുത് എന്ന് കർത്താവിനോട് പറഞ്ഞ്, പോകും സാത്താനെ പുറകിലേക്ക് എന്ന് പത്രോസിനോട് പറഞ്ഞപ്പം പത്രോസിനത് കാര്യം മനസ്സിലാക്കി. കർത്താവ് കുറച്ചൊക്കെ പിന്നെ പത്രോസ് ഒന്നും പറഞ്ഞില്ല. തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കർത്താവ് മനസ്സിലാക്കി തരും എന്ന് പത്രോസ് മനസ്സിലാക്കി. പത്രോസ് അത് മനസ്സിലാക്കി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈ തനിക്ക് സംഭവിക്കാൻ പോകുന്നതും തനിക്ക് അനുഭവിക്കാൻ പോകുന്നതും ഈ സംഭവങ്ങളെല്ലാം കർത്താവ് ആരോടാണ് പങ്കുവച്ചത്? കർത്താവ് തൻ്റെ അടുത്ത് വരുന്ന പബ്ലിക്കിനോടും അടുത്ത് വരുന്ന ജനങ്ങളോടാണോ കർത്താവ് ഇതെല്ലാം പങ്കുവച്ചത്? ആരോടും കർത്താവ് പങ്കുവച്ചില്ല. തൻ്റെ ശിഷ്യന്മാരോട് മാത്രമാണ് കർത്താവ് ഇത് പങ്കുവച്ചത്. തൻ്റെ ശിഷ്യന്മാരോട് മാത്രമാണ് കർത്താവ് ഈ സംഭവം. കർത്താവ് തൻ്റെ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകിയിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, ഗിരിനാൻ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് നീ പ്രഖ്യാപിച്ചത് കർത്താവ് ജനിക്കുന്നതിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപ്, 740 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചിരുന്ന യെശയ്യാപ്രവാചകനാണ് അത് പ്രവചിച്ചത്. ഇനി നമുക്ക് 740 പറഞ്ഞു. നമുക്ക് അതിൽ പുറകോട്ട് നമുക്കൊന്ന് പോകാം. അത് നമുക്ക് പുറകോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാം സങ്കീർത്തനങ്ങൾ. ദാവീദിൻ്റെ സമയത്രം 1010 സംവത്സരങ്ങൾക്ക്, അത് കർത്താവ് ജനിക്കുന്നതിന് 1010 വർഷങ്ങൾക്ക് പുറകോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ദാവീദ് കർത്താവിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ദാവീദ് കർത്താവിനെക്കുറിച്ച് അന്ത്യമണിക്കൂറിനെ, കർത്താവ് അനുഭവിക്കാൻ പോകുന്ന സംഭവത്തിൻ്റെ അന്ത്യമണിക്കൂറിനെക്കുറിച്ച് ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 8-ാം സങ്കീർത്തനം, അത് 11-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തുടർന്ന്, എൻ്റെ വസ്ത്രം അവർ പങ്കിട്ടെടുക്കുന്നു, എൻ്റെ വസ്ത്രത്തിന് അവർ പങ്കിടുന്നു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. കർത്താവ് അനുഭവിക്കാൻ പോകുന്ന സംഗതികളെ എല്ലാം വളരെ വ്യക്തമായിട്ട് ദാവീദ് പറയും. കർത്താവ് ജനിക്കുന്നതിൻ്റെ 1000 വർഷങ്ങൾക്ക് മുൻപ്. നമുക്ക് അതിലും കുറച്ച് പുറകോട്ട് പോകുമ്പോഴത്തേക്ക് അത് പുറപ്പാട് പുസ്തകം നമുക്ക് പോകുമ്പോഴത്തേക്ക് ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തേക്കുള്ള യാത്ര അവർ തിരിക്കുമ്പോഴത്തേക്ക് അവർ ആദ്യമായിട്ട് കഴിക്കുന്ന പെസഹ എന്തിനെ കുറിക്കുന്നതാണ്? പെസഹ നമ്മുടെ കർത്താവിൻ്റെ അപ്പവും കർത്താവിൻ്റെ മാംസത്തെക്കുറിച്ച് അവർ ഭക്ഷിച്ചു പോകുന്ന ആ പെസഹ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും അവിടെ വെച്ചാണ്. അത് കർത്താവ് ജനിക്കുന്നതിന് ഏതാണ്ട് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. എത്ര വർഷങ്ങൾ യെശയ്യാവിൻ്റെയും ദാവീദിൻ്റെയും അതിലും കുറച്ച് മുമ്പോട്ട് വന്ന് ആ വർഷം നമുക്കിതിലും കുറവോട്ട് നമുക്ക് പോകാം.
ഇതിലും പുറകോട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ കർത്താവ് ഇതിലും പുറകോട്ട് ഉൽപ്പത്തി, പിന്നെ വരുന്നത് ഉൽപ്പത്തിയാണ്. ഉൽപ്പത്തി നമുക്ക് കാണുമ്പോഴത്തേക്ക് ഉൽപ്പത്തി നമുക്ക് പോകുമ്പോൾ കർത്താവിനെ കുറിച്ച് എന്താണ് നടക്കുന്നത്, അതിന് മുമ്പ് നമുക്ക് അബ്രഹാമിനെ കുറിച്ച് കാണാൻ സാധിക്കും. ഉൽപ്പത്തി വരുന്നതിന് മുൻപ് തന്നെ ഉൽപ്പത്തിയിൽ തന്നെ നമുക്ക് അബ്രഹാമിനെ കാണാം. അബ്രഹാമിൻ്റെ ബലി കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. അബ്രഹാമിൻ്റെ മകനായ ഇസാക്ക് അങ്ങനെ വരുന്നത്, ഇസഹാക്ക് ദൈവത്തിൻ്റെ, നിൻ്റെ മകൻ, നിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്തത്. കാര്യം ബലിക്ക് പോകുമ്പോഴത്തേക്കും തൻ്റെ ബലിക്ക് വേണ്ട വസ്തുക്കളെ എല്ലാം ചുമക്കുന്നത് അബ്രഹാമിൻ്റെ മകനാണ്, ഇസഹാക്കാണ് അത് ചുമന്നത് കൊണ്ടുപോകുന്നത്. കർത്താവ് കുരിശ് ചുമന്ന മകളിലേക്ക് കയറിയെന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇസഹാക്ക് ആ ബലിവത്തിന് ആവശ്യമുള്ള തടികളെല്ലാം ഇസഹാക്കിൻ്റെ തോളിലാണ് അബ്രഹാം വെച്ചു കൊടുത്ത് വെള്ളയിക്കരുത്. അത് കർത്താവിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ബലിവസ്തുവിടെ ചെല്ലുമ്പോൾ അസകനെ മാറ്റി ഒരു ആട്ടിൻകുട്ടിനെ ബലിയടിക്കുന്നിടത്ത് നമുക്ക് കാണുന്നത്. ഈ ആട്ടിൻകുട്ടി എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ഈ ആട്ടിൻകുട്ടി. ഈ ആട്ടിൻകുട്ടി അവിടെ ആട്ടിൻകുട്ടിയുടെ നീ അവിടെ ചെല്ലുമ്പോൾ നിനക്ക് അവിടെ മുള്ളിൽ കുടുങ്ങിയിരിക്കുന്നതായ ഒരു ആട്ടിൻകുട്ടിയെ നിനക്ക് കർത്താവ് അബ്രഹാമിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആട്ടിൻകുട്ടിയെടുത്ത് ഈ ആട്ടിൻകുട്ടി മുള്ളിൻ കൂട്ടത്തിൽ കുടുങ്ങിയിരിക്കുമ്പോൾ ആടിൻ്റെ ദേഹത്തുനിന്ന് രക്തമൊക്കെ പുറപ്പെടേണ്ടതല്ലേ? ഒന്നും പുറപ്പെട. ആ മുള്ളെല്ലാം കുടുങ്ങിയിരിക്കുന്ന കൊമ്പിലാണ് അത് കുടുങ്ങിയിരിക്കുന്നത്. അതിന് ഒരു വസ്തുതയും ആ ആടിന് ഒരു പാടുമേൽക്കാത്തത്, അത് ഒരു പാടുമേൽക്കാത്തത്, അത് വിശുദ്ധിയുള്ള ശ്രേഷ്ഠമായ ഒരു പാടുമേൽക്കാത്തത്. ആ ആടിനെക്കുറിച്ച് അവർ പറയുന്നത് ഊനമില്ലാത്ത ആടെന്നാണ് പറയുന്നത്. യഹോവയായ ദൈവം മോശയോട് കൽപ്പിക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ആട് ഊനമില്ലാത്തതായിരിക്കണം എന്നാണ് പറയുന്നത്. അതിന് ചതവോട് അത് ഊനമില്ലാത്ത, ആ ഊനം അവിടെ വെച്ചും സംഭവിച്ചിട്ടില്ല എന്ന് പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ആടിനാണ് വയ്ക്കുന്നത്. നമുക്കത് ഇങ്ങനെ കർത്താവിന് ഇനി അബ്രഹാമിൻ്റെ പുറകോട്ട് നമുക്കൊന്ന് പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ പുറകോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുന്ന നമുക്ക് ഉൽപ്പത്തിയാണ്. ഉൽപ്പത്തിയുടെ സമയത്തെക്കുറിച്ച് ഒന്നും ബൈബിളിൽ പ്രത്യേകിച്ച് ഉൽപ്പത്തി ഇപ്പോഴാണ് ജീവിച്ചത്, ഈ വർഷങ്ങളിലാണ്. അങ്ങനെ ഉൽപ്പത്തിയുടെ കാര്യങ്ങളെക്കുറിച്ച് അത് അനന്തമാണ്. ഉൽപ്പത്തി വായിക്കുമ്പോൾ നമ്മൾക്ക് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായെന്നാണോ പറയുന്നത്? അല്ല, ഉണ്ടായിരുന്നു. ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമ്മൾ യോഹന്നാൻ സുവിശേഷം അങ്ങനെ വായിക്കുന്ന വചനം ദൈവമായി നമ്മളെ ഇപ്പോൾ പരിശുദ്ധ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ആദ്യം മുതലേ നമ്മൾക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കർത്താവ് സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 22-ാം അധ്യായം നിങ്ങൾ വായിച്ച് നോക്ക്. കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണ് പിതാവും പുത്രനും ഒരു ചീഫ് എഞ്ചിനീയറുമായിട്ട് ഈ ലോകത്തെ സൃഷ്ടിക്കാൻ പോകുന്നത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് ഞാൻ പിതാവിൻ്റെ അടുത്ത് ഒരു മുഖ്യ ശില്പിയായിട്ട് പിതാവിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെന്ന് വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ സദൃശവാക്യങ്ങൾ 8-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പിതാവും പുത്രനും കൂടി എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കർത്താവാണ് ഒരു മനുഷ്യനായിട്ട് തൻ്റെ ശിഷ്യന്മാരെടുത്ത് വന്നത്. കർത്താവ് അവസാനമായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 25-ും 26-ും വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, ലോകം നിന്നെ അറിഞ്ഞില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. ഞാൻ അവിടുന്ന് വന്നതാണ്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ്? കർത്താവിൻ്റെ കൂടെയുള്ള സഹവാസം കൊണ്ടും അവൻ്റെ അത്ഭുതം കൊണ്ടും. എന്തെല്ലാം അത്ഭുതമാണ്! വെള്ളം വീഞ്ഞാക്കി, സമുദ്രത്തിന് പുറത്തുകൂടി നടക്കുന്നു, കാറ്റിനെയും കടലിനെയും ഒരു വാക്ക് കൊണ്ട് ശാന്തമാക്കുന്നു. ഇവരെല്ലാം അങ്ങനെ മറ്റാരും ഇതെന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട അത്ഭുതങ്ങളും അതിശയങ്ങളും എല്ലാം നടന്നത് പ്രധാനപ്പെട്ട തൻ്റെ ശിഷ്യന്മാരെടുത്ത് വെച്ച് മാത്രമാണ്. അവർക്കറിയാം ഇതാരാണെന്ന്. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറയുന്നത്, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം ഇവരിലാകുവാനും, നീ എനിക്ക് തന്ന സ്നേഹം ഇവരിലാകുവാനും, ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. റിവീൽ ചെയ്തിരിക്കുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ പറയുന്നത് എന്താണ്? ഇനിയും വെളിപ്പെടുത്തും. ഇനിയും കർത്താവിൻ്റെ നാമം ഇനിയും വെളിപ്പെടുത്തുമെന്നാണ്
വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ വെളിപ്പെടുത്തലിൻ്റെ ഒരു ഭാഗമാണ് വിശുദ്ധ പൗലോസപ്പോസ്തലൻ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം വെളിപാടുകളാണ്, എന്തെല്ലാം മർമ്മങ്ങളാണ് ആ ശിഷ്യന്മാരിലൂടെ കടന്നു വന്ന ദൈവത്തിൻ്റെ ശിഷ്യൻ നമുക്കെല്ലാം എന്തെല്ലാം വെളിപാടുകളാണ് നമുക്കെല്ലാം മനസ്സിലാക്കിയത്. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ വിശ്വാസികൾ. നമുക്ക് കർത്താവിൻ്റെ സാക്ഷികളാൻ നമുക്ക് സാധിക്കുമോ? നമുക്ക് കർത്താവിൻ്റെ സാക്ഷികളാൻ സാധിക്കും. അതിന് ഒരൊറ്റ ഒരു വഴിയേ ഉള്ളൂ, ഒരു മാർഗ്ഗമുള്ളൂ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഒരു യഥാർത്ഥ ശിഷ്യനാകുവാൻ, ഒരു യഥാർത്ഥ സാക്ഷിയാകാനുള്ള ഒരേ ഒരു വഴിയാണ് കർത്താവ് ചെയ്യുന്നത്. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടത് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നല്ല പ്രവൃത്തികളെ കണ്ടിട്ടാണ് നമ്മുടെ പ്രവൃത്തിയാണ് അതിന് സാക്ഷ്യം. നമ്മുടെ പ്രവൃത്തിയാണ് കർത്താവിനെ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയാണ്. നിങ്ങൾ മഹാരാഷ്ട്രയിലെ പൂനെയിൽ എന്ന പ്രദേശത്തൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സ്ഥലം കാണാം. നിങ്ങൾക്കവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാൻ നിൽക്കുന്നത് മഹാരാഷ്ട്രയിൽ പൂനെ സഞ്ചരിക്കുന്നത് മുക്തി മിഷൻ എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാം. അഗതികളെയും ബലഹീനരെയും അവരെയൊക്കെ ശുശ്രൂഷിക്കുന്നവർ. ഈ മുക്തി മിഷൻ ശുശ്രൂഷ ചെയ്യുന്ന ആരാണ്? ഇതിൻ്റെ പിന്നിലുള്ള കാരണം 1858 ഏതാണ്ട് ഇന്നേക്ക് ഏതാണ്ട് 150 വർഷങ്ങൾക്ക് പിന്നിൽ കർണാടകയിലെ ഒരു വില്ലേജ് താമസിക്കുന്നത് ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്. ഒരു ബ്രാഹ്മണ സ്ത്രീ. ആ സ്ത്രീയുടെ നോക്കണം, 150 വർഷങ്ങൾക്ക് മുൻപ് ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിരുന്ന ഒരു സ്ത്രീ. അവർക്ക് സംസ്കൃതത്തിൽ നല്ല പാണ്ഡിത്യമോ അവർ പരിശോധിച്ച് പിന്നെ സാഹചര്യം അവർക്കൊരു ദരിദ്രമായ രീതിയിലേക്ക് പെട്ടു. തൻ്റെ സഹോദരനുമായി അമ്പലങ്ങളിലുമെല്ലാം പോയി ഈ സംസ്കൃതത്തിലുള്ള പദങ്ങളെ വെച്ച് അവരങ്ങനെ എല്ലാം വികസിക്കുന്ന സംസ്കൃതത്തിൻ്റെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി അവരെ മനസ്സിലാക്കി വയ്ക്കുന്നത് അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ. പക്ഷേ അവരുടെ 22-ാം വയസ്സിൽ അവരുടെ വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവ് മരിച്ചുപോയി. ഒരു വിധവയായ സ്ത്രീയായി. സമുദായത്തിൽ ത്യജിക്കപ്പെട്ടവർ, ഒരു ബ്രാഹ്മണ ജീവിയിൽ ചിരിച്ച ഒരു പാവപ്പെട്ട ബ്രാഹ്മണ സ്ത്രീയായിട്ടിരുന്ന വിധവയായ ഒരു സ്ത്രീയുടെ അനുഭവം എന്തായിരിക്കും? അതും 1800 ഇന്നേക്കൊരു 150 വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകുമ്പോൾ അന്ന് സതീ സമ്പ്രദായം കുറച്ചൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സതീ സമ്പ്രദായം അതുപോലെ തന്നെ ബാലവിവാഹം, ഇങ്ങനെയൊക്കെ നീചമായ ആ സംസ്കാരത്തിനടിമയായിരിക്കുന്ന ഒരു സാഹചര്യം, വീർപ്പുമുട്ടി ത്യജിക്കപ്പെട്ട് തള്ളപ്പെട്ട് തുടങ്ങിലകർക്കപ്പെട്ട ഒരു ജീവിതം ജീവിക്കുക ഒരു സ്ത്രീയായിരുന്നു അത്. അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അവർ കണ്ടെത്തി. മതം മാറാനല്ല അവർ തീരുമാനിച്ച്, മനം മാറി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് അവർ വന്നു. ഒരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ സ്ത്രീയായി അവർ ഇംഗ്ലണ്ടിൽ പോയി അതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, ജീവിക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തെ കൂടുതൽ അറിയുവാനും മനസ്സിലാക്കാനും പാണ്ഡിത്യവും വിദ്യാഭ്യാസവും അവർ സ്വായത്തമാക്കിയിട്ട് കൽക്കട്ട യൂണിവേഴ്സിറ്റി അവർക്ക് പണ്ഡിത എന്നുള്ളൊരു ബഹുമാനം കൊടുത്തു. ഇന്ത്യയിലെ ആദ്യത്തെ പണ്ഡിത എന്നുള്ള ബഹുമതി ലഭിച്ചത് ഈ സ്ത്രീക്കാണ്. പണ്ഡിത എന്നൊരു സ്ത്രീക്കൊരു ബഹുമാനം ലഭിച്ചെങ്കിൽ ഈ സ്ത്രീക്കാണ്. ഈ സ്ത്രീക്കാണ്, ഈ മീരാബായിക്കാണ് അതിനുള്ള ഭാഗ്യം ലഭിച്ചത്. അവരുടെ പാണ്ഡിത്യവും ദൈവത്തിൻ്റെ ജ്ഞാനവും ബൈബിളിനെ കുറിച്ച് അവഗാഹനയും എല്ലാം സ്വായത്തമാക്കിയിട്ട് നമുക്കറിയുമോ, ബൈബിൾ മറാഠി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഈ ദൈവത്തിൻ്റെ മകളാണ്. ബൈബിൾ മറാഠി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ ഇവർക്ക് അപ്പോൾ ബൈബിളിനെ കുറിച്ച് ഇവർക്കുള്ളതായ കഴിവ്, അവരുടെ കഴിവ് എത്ര ആഴമേറിയതാണെന്ന്. അവർ മതം മാറുവാനല്ല അവർ ശ്രമിച്ചത്, മനസ്സ് മാറി. ഇന്ന് അവിടെ അഗതികളും ബലഹീനരുമായ എത്രയോ മനുഷ്യരാണ് അവിടെ വരികയും അവരെ സംരക്ഷിക്കുകയും അവരെ നോക്കുകയും ചെയ്തു. ഇതൊരു സാധാരണ സ്ത്രീ. അപ്പം ഒരു സാധാരണ സ്ത്രീയുടെ സംഭവം നിങ്ങളൊന്ന് കേട്ടുപിടിക്കുക. ഇതൊരു സാധാരണ സ്ത്രീ നോക്കൂ. തങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തിനെ മഹത്വപ്പെടുത്തിയ ഒരു സാധാരണ സ്ത്രീയെ നിങ്ങൾക്ക്, പാത്രം കഴുകുന്ന ഒരു സ്ത്രീയെ, അവർ പാത്രം കഴുകി ഉപജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരു ദിവസം പാത്രം കഴുകി അവർ തിരിച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വീണ്ടും പോയി അവർ പാത്രം കഴുകുമ്പോൾ ഒരു പാത്രം അവർ തിരിച്ചെടുത്തു. അത് അവരുടെ കുടുംബനാഥൻ അവർ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്.
അവരാരാ ശ്രദ്ധിക്കുക? പാത്രം എടുത്ത് വീണ്ടും അകത്ത് കൊണ്ടുപോയി ആ പാത്രം വീണ്ടും ഒന്ന് ശരിക്ക് കഴുകി തുടച്ചിട്ട് വീണ്ടും ഇവിടെ വെച്ചു. അപ്പോൾ വിളിച്ച് ആ കുടുംബനാഥൻ ചോദിക്കുന്നത്, എന്താ നീ പാത്രമെല്ലാം കഴുകിക്കഴിഞ്ഞല്ലോ? അവിടെ ആ പാത്രത്തിൽ കുറച്ച് അഴുക്കിരിക്കുന്നത് അതൊന്ന് കഴുകാൻ വേണ്ടിയാണ്. അത് കഴുകുന്നത് അത് തുടച്ചാൽ പോരെ? അതല്ല, ഞാനിത് ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടിയാണ്. പക്ഷേ എൻ്റെ പ്രവൃത്തി വിശ്വസ്തത നീതിയുള്ളതായിരിക്കണം. ഞാൻ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിൻ്റെ മഹത്വത്തിനായിരിക്കണം. അത് എനിക്ക് ശമ്പളം തരുന്ന എല്ലാം ഉണ്ട്. എൻ്റെ ഓരോ പ്രവൃത്തിയും കർത്താവിൻ്റെ, എൻ്റെ പ്രവൃത്തി, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഒരു പാത്രം കഴുകുന്ന ഒരു സാധാരണ ഒരു സ്ത്രീക്ക് ദൈവകാര്യങ്ങൾ, തൻ്റെ പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടമുള്ളതായിരിക്കണമേ എന്നൊരു നിശ്ചയമെടുക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ഇങ്ങനെ എന്തായിരിക്കും? നമ്മുടെ പ്രവൃത്തികളുണ്ട്, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തി കൊണ്ട് നമുക്ക് കർത്താവിനെ മതി. അത് തന്നെ അല്ല, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, നമ്മൾ ഒരു അധ്യാപകനായിരിക്കാം, നമ്മൾ ശമ്പളം വാങ്ങിച്ച് കുട്ടികളെ എന്തെങ്കിലും പഠിപ്പിച്ച് മനസ്സിലാക്കുന്നതല്ല. അല്ല, ഇത് ഞാൻ എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്, സ്വഗസ്സായ എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ശമ്പളത്തിലാണ്, പക്ഷേ അതെൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിന്. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തി കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. എനിക്കൊരു അനുഭവമുള്ള കാര്യം. എൻ്റെ പല്ലെടുക്കാൻ വേണ്ടി ഞാനൊരു ഡെന്റിസ്റ്റിൻ്റെ അടുത്തുനിന്ന് പോയി പല്ലെടുത്ത് തുറന്ന് പല്ലെടുത്ത് കഴിഞ്ഞിട്ടും എനിക്കൊരു വേദന ഒന്നും ഉണ്ടായില്ല. ഞാൻ അവസാനം ഡോക്ടറെ വിളിച്ച്, ഡോക്ടർ പല്ലെടുത്ത് കഴിഞ്ഞു. ഗ്രേറ്റ്. ഞാൻ അങ്ങനെ ഗ്രേറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഗ്രേറ്റ് എനിക്കല്ല, എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്നത്. എനിക്ക് ശമ്പളം നിന്ന് പൈസ എന്നാൽ ശരി, അതിലുപരിയായിട്ട് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യാൻ നമുക്ക് സാധിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും വിളിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു പോയെന്നല്ല, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം ഇങ്ങനെ പറയുന്നത്, നാം നീതിയോട് നമ്മൾ എന്തെങ്കിലും നമ്മൾ തെറ്റ് ചെയ്ത് നമ്മൾ ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ, നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മൾ ശിക്ഷ അനുഭവിച്ചാൽ അത് കർത്താവിൻ്റെ പ്രസാദം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. നാം തെറ്റ് ചെയ്യാതെ നമ്മൾ ശിക്ഷ അനുഭവിച്ചാൽ അത് കർത്താവിൻ്റെ പ്രസാദം. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം. അതായത് ദൈവത്തിൻ്റെ വചനത്തെ നമുക്കതൊക്കെ ചെയ്യാനുള്ള ശക്തിയും പ്രാപ്തിയും ദൈവം അത് അനുവദിച്ചിരിക്കുന്നു നമുക്ക് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. സ്നേഹവാന സ്വർഗീയ വാഴ്ത്തപ്പെട്ട കർത്താവേ, വചനം കേട്ട ഓരോ വ്യക്തികളെ നീ അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും എല്ലാം ഉണ്ട് കർത്താവേ. പ്രശ്നത്തിൻ്റെയും പ്രോബ്ലത്തിൻ്റെയും നടുവിൽ എല്ലാത്തിനെയും താങ്ങി നിർത്തുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട് എന്നുള്ള വിശ്വാസത്തോട് അവർ ജീവിതത്തെ നിയന്ത്രിക്കാൻ കർത്താവ് നിൻ്റെ മക്കൾക്ക് സഹായിക്കണമേ. കർത്താവേ, നീ അവർക്ക് താങ്ങും തുണലായിരിക്കണമേ. കർത്താവിനെ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം, ഒരു ഇൻറ്റൻഷൻ അവരുടെ ഹൃദയങ്ങളിൽ നീ ഉത്ഭവിപ്പിക്കത്താവേ. അപ്പോൾ അവരെല്ലാം നിനക്ക് പ്രസാദമുള്ള ജോലി ചെയ്യാൻ, നിനക്ക് സാക്ഷികളാകുവാൻ അവർക്ക് സാധിക്കും കർത്താവേ. അതിന് ഓരോ വ്യക്തികളെ നീ ഒരുക്കണമേ, അവരെ അനുകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.